എന്റെ ജീവാംശമായി നിന്റെ ദിക്റാനല്ല, എന്നും എപ്പോഴും നിന്നോട് ശുക്റാനല്ല. എന്റെ ജീവാംശമായി നിന്റെ ദിക്റാനല്ല, എന്നും എപ്പോഴും നിന്നോട് ശുക്റാനല്ല. ദുഃഖം എന്നാണ്. ഇംഗ്ലീഷ് വായിക്കുന്നവർ ശതകം എന്ന് വായിക്കും, അറബി വായിക്കുന്നവർ ശതകം. ഖാഫ് ലെ ഷീൻ ദാൽ ഖാഫ് മീം ശതകം. ശതകം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അൽഫിയത്ത് ഇബ്നു മാലിക്, നഹ്വിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനായ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽഫിയ. ആ അൽഫിയയിൽ അലമിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ഇസ്മുൻ യുഅയ്യിനുൽ മുസമ്മ മുത്ലഖ അലമുഹു കജഅഫരിൻ വഖിർജഅഫരിൻ വഖിർനിഖ വഖാറനിൻ വആദനിൻ വലാഹിഖി വശദ്ഖമിൻ വഹീലത്തിൻ വവാശിഖി എന്ന് നമുക്ക് പാടാൻ കഴിയും. അപ്പൊ അന്ന് അൽഫിയയിൽ പഠിച്ച ശതകം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതങ്ങനെ പറയാൻ കാരണം നമ്മൾ പോകുന്ന അൽഹസക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് ഖുർആനിൽ പറഞ്ഞ സ്ഥലമാണ്, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട അള്ളാന്റെ ഭൂമിയിൽ ഇത്രയൊക്കെ സ്ഥലം ഉണ്ടായിട്ടും ആകെ 3 സ്ഥലത്തിന് സെലക്ഷൻ കൊടുക്കാൻ നൽകപ്പെട്ട ഒരു സ്ഥലമാണ്. മൂന്നാമത്തെ പ്രത്യേകത ഹദീസുകളിൽ ഒരുപാട് പരാമർശിച്ചു. 4ാമത്തെ പ്രത്യേകത രണ്ടാമത്തെ ജുമുഅ നടന്നു. 5ാമത്തെ പ്രത്യേകത ഒരുപാട് മഹാരഥന്മാർക്ക് ഇൽമിന്റെ കേന്ദ്രമായി വർത്തിച്ച സ്ഥലമാണ് ശതകം. അപ്പൊ ആ ഇൽമിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നഹ്വിന്റെ ഇൽമായ മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഓതി പഠിച്ചത്, ദർസിൽ ഓതി പഠിച്ചത് അൽഹസയിലായിരുന്നു. അപ്പൊ അദ്ദേഹം രചിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് എഴുതണല്ലോ. അപ്പൊ ഏതൊരു മനുഷ്യരും, ഇപ്പൊ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് എന്റെ നാട്ടില് എനിക്ക് അനുഭവപ്പെട്ടതായിരിക്കും ഞാൻ എന്റെ പരാമർശത്തിലും എന്റെ പ്രസംഗത്തിലും ഒക്കെ ഉണ്ടാവുക. ഒരാൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് പകർത്തുക. അപ്പൊ എന്ന പോലെ മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ അലമിനെ കുറിച്ച്, അലമ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ പേര് പറയാൻ, ആ പേരിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ പെട്ടെന്ന് ശതകം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കുറിച്ച് ഓർമ്മ വരണമെങ്കിൽ ഇസ്മുൻ യുഅയ്യിനുൽ മുസമ്മ, മുസമ്മയെ കുറിച്ച് വളരെ വ്യക്തമായി തഅയീൻ ചെയ്തുകൊണ്ട് പറയുന്ന പേരിനാണ് അലമ് എന്ന് പറയാ. മുത്ലഖ അലമുഹു ഏതുപോലെ കജഅഫരിൻ വഖിർനിഖ വഖാറനിൻ വഅദൻ എന്ന് പറഞ്ഞ ഏഡൻ തോട്ടം, ഖറൻ എന്ന് പറഞ്ഞ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഓർമ്മണ്ടല്ലോ അല്ലെ? ഖറൻ യമനിലെ ഒരു സ്ഥലമാണ് ഖറൻ. അദൻ എന്നതും യമനിലെ സ്ഥലമാണ്. പിന്നെ മൂപ്പർ ഓതി പഠിച്ച തൊട്ടടുത്തുള്ള സ്ഥലമാണ് വശദഖമിൻ വഹീലത്തിൻ വവാശിഖി. അപ്പൊ ശതകം എന്ന് പറഞ്ഞ സ്പീഡിൽ ഓടുന്ന ഒരു കുതിരയായിരുന്നു. ജബ്രി എന്ന് പറഞ്ഞ ആൾ ഉണ്ടാക്കിയ പള്ളിയാണ്. വഔഖഫഹു അല ശൈഖ് നസ്റുല്ലാഹി ഇബ്നു അബ്ദുല്ലാ അൽ ജഅഫർ അത്തയ്യാർ. ജഅഫർ തയ്യാർ ആരാ? ജഅഫർ തയ്യാർ ആരാ? ജഅഫർ തയ്യാർ അലി റളിയല്ലാഹു അൻഹു ജഅഫർ ബിൻ അബീ താലിബ് ഇല്ലേ? ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ പേരിൽ വഖഫ് ചെയ്തു. അഥവാ ജാഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മുഅത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ജാഫർ, കൈ പോയി കാല് പോയി, നമ്മൾ സാധാരണ പറയുന്ന ആ വയലുണ്ടല്ലോ. അപ്പൊ ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് ഇവിടെ ദഅവത്തിന് വരികയും അവരുടെ പേരിൽ വഖഫ് ചെയ്യുകയും ചെയ്ത മഹത്തായ ഒരു പള്ളിയാണ്. ലക്കൽ ഹംദു മൗലാന അലാ മാ മനഹ്തന മിനൽ ഔനി ഫീ തർമീമി ജാമിഇനൽ ജബരി എന്ന് തുടങ്ങുന്ന കവിതകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിക്ക് മറ്റൊരു കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. മഹാനായ സൈഫ് ഇബ്നു അബ്ദുല്ലാ അൽ ജഅഫരി തങ്ങളെ ഇവിടെ ദഅവത്തിന് വേണ്ടി വന്നു. അങ്ങനെ ദഅവത്തിന് വേണ്ടി വന്നപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർക്ക് ഇവിടെ ഖിബ്ല അറിയാതെ ബുദ്ധിമുട്ടി. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് മലക്കുകളുടെ സഹായത്തോടുകൂടെ ഖിബ്ല നിർണയിച്ചു കൊടുത്ത്, മലക്കുകളുടെ സഹായത്തോടുകൂടെ ഖിബ്ല നിർണയിക്കുക കൂടി ചെയ്ത ഒരു മഹത്തായ പള്ളിയാണ്. ആ പള്ളിയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ജുമുഅക്കും അതൊക്കെ കൂടുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഷാഫിഈ പള്ളിയാണ്. മാത്രമല്ല ഈ പള്ളിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇന്നും ദക്തൂർ ഇസാമുൽ ഖതീബ് വളരെ കൃത്യമായി നമ്മുടെ നാട്ടിൽ ഫത്ഹുൽ മഈനും മഹല്ലിയൊക്കെ പഠിച്ച അതേ രീതിയിൽ ജുമുഅ നടക്കുന്ന സൗദി അറേബ്യയിലെ വളരെ ചുരുങ്ങിയ 1-2 സ്ഥലങ്ങളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. ഏതായാലും ഈ പള്ളിയിൽ നിന്ന് നേരെ നമ്മൾ മുല്ല ഹൗസിലേക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് ബൈത്തുൽ മുല്ല കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻഷാ അല്ലാഹ് ബസ്സിൽ കയറുക. ഒരു ആയിലയുടെ പേരാണ്. ഇവർ ദീനീ പ്രബോധന മേഖലയിലേക്ക് വന്നതിൻ്റെ പേരിലാണ് മൊല്ലമാരുണ്ടായത് അല്ലേ? മൊയ്ലിയമാരെ നമ്മൾ മൊല്ലമാരായില്ലേ? മൊല്ലമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോശപ്പെട്ട് കാണേണ്ട ഒരു വിഭാഗമല്ല, മറിച്ച് മൊല്ലമാര് വളരെ കൃത്യമായ വലിയ തറവാട്ടുകാരും ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു.
അപ്പൊ ഇതിന് ബൈത്തുൽ മുല്ല എന്ന് പേര് വരാൻ കാരണം മഹാനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു, ഫത്ഹുൽ ബാരിയൊക്കെ നമുക്കറിയാം, മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളൊക്കെയുള്ള വലിയൊരു ഫാമിലിയാണ് അൽ മുല്ല. അതൊരു കുടുംബ പേരാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ ആളുകളുടെ അണ്ടറിലായിരുന്നു അൽഹസ ആ കാലഘട്ടത്തിൽ. ഏത് ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ കിങ് അബ്ദുൽ അസീസ് വന്ന് ഓരോ സ്ഥലങ്ങളും റിയാദ് പിടിച്ചെടുത്തു, ദമ്മാമിന്റെ പിടിച്ചെടുത്തു, അങ്ങനെ ഓരോ ഭാഗങ്ങളും പിടിച്ചെടുത്ത കൂട്ടത്തിൽ കിഴക്കൻ പ്രവിശ്യയിലെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെയുള്ള അഷ്ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ ഇബ്നു മുഹമ്മദ് ഇബ്നു ഉമർ അൽ മുല്ല ഫാമിലിയിൽപ്പെട്ട ഉമറിന്റെ മകൻ, മുഹമ്മദിന്റെ മകൻ, ഉമറിന്റെ മകൻ അബ്ദുറഹ്മാൻ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ വീടാണ്. ഇവിടേക്ക് മഹാനായ കിങ് അബ്ദുൽ അസീസ് രാജാവ്, സൗദി അറേബ്യയുടെ ഫാദർ ഓഫ് ദി സൗദിയുടെ ദേശീയ പിതാവായ അദ്ദേഹം വരികയും ഇവിടെ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്തു. എന്തിനാ ബൈഅത്ത് ചെയ്തത്? വബായഅഹു ഫീഹി അഹാലിൽ ഹസ, അൽഹസക്കാർ മുഴുവനും അലസ്സംഇ വത്താഅ, അദ്ദേഹത്തെ അനുസരിക്കുമെന്നും അദ്ദേഹത്തെ കേൾക്കുമെന്നും അലാ കിതാബില്ലാഹി വസുന്നതി റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വാക്കുകളും കിതാബുകളും അനുസരിച്ച് ഞങ്ങൾ രാജാവ് പറയുന്നതനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ വിഖ്യാതമായ പ്രഖ്യാപനവും ആ ബൈഅത്തും നടന്ന സ്ഥലമാണിത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആദ്യം ഹിജാസ്, അതുപോലെ ത്വായിഫ്, അത് കഴിഞ്ഞ ശേഷം റിയാദാണ് ഫസ്റ്റ്. ഇവരുടെ നാട് റിയാദായിരുന്നു. റിയാദ് കഴിഞ്ഞാൽ പിന്നെ ഹായിലിലെ ആൽ റഷീദ്, ഇതൊക്കെ കീഴടങ്ങി ഏറ്റവും അവസാനമാണ് അൽഹസ കീഴടങ്ങിയത്. അൽഹസക്കാർ പെട്ടെന്നൊന്നും ഒരാൾക്ക് ഒതുങ്ങിക്കൊടുക്കാത്ത ആളുകളായിരുന്നു. അത് നമുക്കറിയാം. മുഹമ്മദുനിൻ നബിയു അഖീ വസിഹിരി വബല്ലഗ അബൂബക്കറിൻ റസൂല വഫിതിയാനൽ മദീനതി അജ്മഈന. നമുക്ക് ഇൻഷാ അല്ലാഹ് ജുവാസ എത്തുമ്പോൾ പറയാം. അഥവാ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ജുവാസ ലോകത്ത് എല്ലാവരും മുർത്തദ്ദായി, ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും മുർത്തദ്ദായി മാറുമ്പോൾ ജുവാസക്കാർ എന്ത് ചെയ്തു? അൽഹസക്കാർ ഹഖീഖത്തിലും തൗഹീദിലും ഉറച്ചു നിന്നു. അതാണ് അല അബ്ലഗ അബൂബക്കറിൻ റസൂല വഫിതിയാനൽ മദീനതി അജ്മഈന എന്ന് തുടങ്ങുന്ന കവിതകളൊക്കെ. അപ്പോൾ അൽഹസ എപ്പോഴും ഏറ്റവും അവസാനം ഓല് അത് ശരിയാണോ അല്ലേ നോക്കിയിട്ട് തീരുമാനിക്കുള്ളൂ. വളരെ കൃത്യത വരുത്തിയ ആളുകളാണ്. അപ്പൊ ബൈത്തുൽ മുല്ല ഈ സൗദി എന്ന ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ സാക്ഷ്യം വഹിച്ച് ഒരു രാജ്യമായി തൗഹീദ് വ ബിന എന്ന് അവർ പറയാം. തൗഹീദ് വ ബിന. നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് എന്ത് പറയും? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു അഖണ്ഡ ഭാരതത്തിന്റെ മുദ്രാവാക്യമാണ്. എന്ന പോലെ സൗദി അറേബ്യയുടെ ആ മുദ്രാവാക്യമാണ് തൗഹീദ് വ ബിന, കൺസ്ട്രക്ഷൻ ആൻഡ് യൂണിറ്റി. യൂണിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ. ഒരേ രീതിയിലുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നതിൽ ഏറ്റവും അവസാന ഘടകത്തിൽ സാക്ഷ്യം വഹിച്ച ഒരു പ്രധാനപ്പെട്ട ബൈത്തുൽ മുല്ല ഇന്നും ടൂറിസം മിനിസ്ട്രിയുടെ ഹെറിറ്റേജ് കമ്മീഷന്റെ ഒരു പ്രധാന ഭാഗമായി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കയറാൻ കഴിയാത്തത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു സമയത്ത് അത് കാണാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജബലുൽ ഖാറ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, ഒരു അത്ഭുതമാണ്. അതിലേറെ ഇവിടെ അൻബാത്തുകൾ ജീവിച്ചിരുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇതാട്ടങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹസയിൽ നിന്ന് വന്ന അബ്ദുൽ ഖൈസിന്റെ സംഘത്തോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഇന്നാലിന്ന ഗ്രാമങ്ങളില്ലേ, ഇന്ന സ്ഥലങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ അത്ഭുതത്തോടെ റസൂലിനോട് തിരിച്ചു പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഞങ്ങളെ നാടിനെ കുറിച്ച് അറിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളെ നാടിനെ കുറിച്ച് എത്ര അറിയോ അതിനേക്കാളേറെ ഞങ്ങളുടെ നാട്ടിലെ ഗല്ലികളും അവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും നിങ്ങൾക്കറിയാമല്ലോ എന്ന് അത്ഭുതത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ദഖൽതു അൽ മഷ്കർ, ഞാൻ മഷ്കർ കൊട്ടാരം, ഇതിൻ്റെ പേര് ജബലുൽ ഖാറയുടെ പേര് ഹദീസിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം ഞാൻ മഷ്കർ കൊട്ടാരത്തിൽ വന്നു എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ദഖൽതു ഇഖ്ലീദഹ വ മഖാലീദഹ, അതിൻ്റെ താഴ്കക്കുടങ്ങളും അതിൻ്റെ താഴ്കളൊക്കെ ഞാൻ പിടിക്കുകയും അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വ വഖഫ്തു ഇൻദ ഐനി സാറ, സാറ തടാകം അത് താറൂത്തിലാണ്. താറൂത്ത് ഖതീഫിൻ്റെയും താറൂത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവാമിയ എന്ന് പേരുള്ള. അവിടെ സാറ തടാകത്തിൻ്റെ അടുക്കൽ വന്നു.
അപ്പൊ ഇത് ഫിസിക്കലായി വന്നോ ആത്മീയമായി വന്നോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായി നുബുവത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം സ്ഥലങ്ങൾ വന്നതായാണ് ചരിത്രകാരന്മാരിൽ ബഹുഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് വന്ന 21 അംഗ സംഘത്തോട് ഈ കൊട്ടാരത്തെക്കുറിച്ച് മഷ്കർ കൊട്ടാരം എന്ന് പറഞ്ഞു. ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ഇതിനെ സ്മരിക്കുന്ന രീതിയിൽ മഷ്കർ കൊട്ടാരം അപ്പുറത്തുണ്ട്. മഷ്കറിന്റെ ഒരു തോട്ടവും ഒരു പൂന്തോട്ടവും കാണാം. ഏതായാലും മഷ്കറിന്റെ പ്രധാന കൊട്ടാരമാണ്. ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള ഭരണാധികാരികളൊക്കെ ഇത് ഉപയോഗിച്ചു. പക്ഷേ ഇതാരും ഉണ്ടാക്കിയ കൊട്ടാരമല്ല, പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞിയ ഒരു സംഭവമാണ്. യുനെസ്കോയിൽ ഇടം പിടിച്ച 11 സ്ഥലങ്ങൾ, സൗദിയിലെ 11 സ്ഥലങ്ങളാണ് യുനെസ്കോയിൽ ഇടം പിടിച്ചത്. അതിൽപ്പെട്ട ഒരു പ്രധാന സ്ഥലമാണ് മദായിന് സാലിഹുണ്ട്, ഹിജറുണ്ട്. അങ്ങനത്തെ 11 സ്ഥലങ്ങളിൽപ്പെട്ട യുനെസ്കോയിൽ വളരെ പെട്ടെന്ന് 3ാമതായി ഇടം പിടിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ പൗരാണികതയുടെ പ്രൗഢി തികച്ചും കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ആസ്വദിച്ച് 2 ഭാഗത്തേക്കും തിരിഞ്ഞ് കണ്ട് പോകണം. മാത്രമല്ല ഇവിടെ നമ്മുടെ കൂടെ തന്നെയുള്ള സുന്നികളല്ലാത്ത ഇവിടുത്തെ ഷിയാക്കൾ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൻ്റെ വിശ്വാസപ്രകാരം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മളെ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ, അവർ ഇവിടെ വന്നിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ഈ തണുപ്പും ചൂടും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ തിരക്ക്. അവർ വരികയും വലിയ പുണ്യത്തോടെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ നടക്കുമല്ലോ. സൂപ്പറല്ലേ, സൂപ്പറല്ലേ. സൂപ്പറല്ലേ. Ancient things. വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലേ ശതകം, ആ ശതകമിലെ മുതുക്കൻ മല, ആ മുതുക്കൻ മലയുടെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ട മലയാണെന്നും മാത്രമല്ല കുവൈത്ത് വരെ നീണ്ടു കിടക്കുന്ന റുബുൽ ഖാലി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ 15 കിലോമീറ്റർ പോയാൽ റുബുൽ ഖാലി തുടങ്ങാൻ പോണ്, നമ്മൾ ദഹനയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. റുബുൽ ഖാലിയുടെ ഭാഗമായി കിടക്കുന്നു. അന്ന് ഏകദേശം 2500 കിലോമീറ്ററോളം നീണ്ട സ്ഥലത്തിനാണ് ബഹ്റൈൻ എന്ന് പറയുക. നമ്മൾ അതൊക്കെ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജുവാസയിൽ നിന്ന് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ സാഹത്ത് ദൽമൂൻ കഴിഞ്ഞ് ഇനി മഹാറിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് കേട്ടോ. ഷദക്കമിന്റെ ഏരിയയിലാണ്, അൽഹസയിലെ ഷദക്കമിലാണ് ഇത് നിൽക്കുന്നത് എന്ന് അർത്ഥം. ഇത് ജീവനിൽ കൊല്ലു കൊല്ലു മഷ്കർ എന്ന് പറഞ്ഞ കൊട്ടാരത്തിന്റെ പേരാണ്. ഈ അന്നത്തെ ഭരണാധികാരികൾ നിന്ന കൊട്ടാരമാണ്. അവര് താമസിച്ച അതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മഷ്കർ ഉപയോഗിച്ചത് ഗുഹയാണ് ജബൽക്കാരാണ്. ഒളിച്ചോളിയല്ലേ.
മൂന്ന് രീതിയിലാണ് ഇത് ഈ ഒരു സ്ഥലം നമ്മൾ കാണേണ്ടത്. ആദ്യം തന്നെ ഈ ഖസ്ർ ഇബ്രാഹിം കാണുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. 1 ആത്മീയ വശം, 2 അതിൻ്റെ എൻജിനീയറിംഗ് സ്ട്രക്ചർ, 3 ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം. ആത്മീയ വശം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഭാര്യ വീടായിരുന്നു. കാരണം അലാ ഉൽ ഹദറമി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദിർ ഇബ്നു സാവയുടെ അടുക്കലേക്ക് കത്തുമായി കൊടുത്തയച്ചു. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആകാൻ വേണ്ടി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ ദൂസി എന്നാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഫൈഫക്കാരനാണ്. ഏത് ഫീഫ? ഇന്നത്തെ വാദി ദവാസിർ ഉണ്ട് സൗദിയിൽ, ഒരു വാദി ദവാസിർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ വാദി ദവാസിറിലെ ദൂസിരി കുടുംബക്കാരനാണ് മഹാനവർ. അപ്പം അദ്ദേഹം അലാ ഉൽ ഹദറമി തങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മഹാനായ സഹാറുൽ അബ്ദി എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ട് ഇവിടെ. അദ്ദേഹം ഭയങ്കര ഫസീഹായിരുന്നു, നല്ല സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നയാളാണ്. എത്രത്തോളം അറബി സാഹിത്യത്തിൻ്റെ ഉദാഹരണമായി സഹാർ തങ്ങൾ ഉദാഹരിക്കപ്പെടും. അപ്പം അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചു മഹാനായ അബൂ ഹുറൈറ തങ്ങൾ. അത് അദ്ദേഹം സഹാറുൽ അബ്ദി എന്ന പ്രഭാഷകൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ. അവിടെ നിന്ന് കഴിച്ച ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ പ്രദേശത്തിൻ്റെ അസിസ്റ്റന്റ് ഗവർണറായി ജോലി ചെയ്തപ്പോഴാണ് ഇവിടെ നിന്നത്. നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, കുറഞ്ഞ സമയമുള്ളൂ. അതാണ് ഒന്നാമത്തെ ആത്മീയ വശം. രണ്ടാമത്തെ വശം, ഇബ്രാഹിം എന്നത് ഒരു ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിൽ നിന്ന് മൂന്നാമത്തെ ഭരണാധികാരിയുടെ ഗവർണറായിരുന്നു. അഥവാ ഏറ്റവും അവസാനത്തെ ഗവർണർ അബ്ദുൽ ഹമീദ് സാനിയാണ്. അദ്ദേഹമാണ് ഇൻഷാ അല്ലാഹ് ഖാൻ എന്ന് പറഞ്ഞ ആളുടെ സഹായത്തോടുകൂടെ ഹിജാസ് റെയിൽവേക്ക് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ അദ്ദേഹത്തിൻ്റെ ഗവർണറായിരുന്ന ഇബ്രാഹിം എന്ന പറഞ്ഞ ആളെ കൊട്ടാരായിട്ട് ഇത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഖസ്റു ഇബ്രാഹിം. ഇബ്രാഹിം നമ്മൾ നേരത്തെ കണ്ടല്ലോ, മുല്ലാ ഹൗസ് കണ്ടല്ലോ. ഈ മുല്ലാ ഹൗസ് അവിടെ നടക്കുന്നത് വരെ ഇവിടെയൊക്കെ തുർക്കികളെ ഭരണമായിരുന്നു. ആ ഭരണം നടക്കുമ്പോൾ ഉള്ള ഗവർണറുടെ പേരാണ് ഈ ഇബ്രാഹിം എന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഹാനൂത്തുകൾ കാണാം. അതുപോലെ തന്നെ ഹാനൂത്ത് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇറച്ചിയും മീനും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. അഥവാ ഒരേ ലെവലിൽ നിന്ന് കാറ്റ് വരും. അതാണ് ഇതിൻ്റെ എൻജിനീയറിംഗ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഒരേ ലെവലിൽ നിന്ന് കാറ്റ് വരും, അത് നേരെ കാറ്റ് പുറത്തു പോകില്ല. ആ കാറ്റ് ഒരു നിശ്ചിത അളവിൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ കുഴികൾ കാണും. ഇപ്പം ആ ഭാഗമൊക്കെ ഇങ്ങനെ വെളുത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണാം. ആ കാണുമ്പോൾ അതേ ഒരേ അളവിൽ കയറിയിട്ട് അതേ അളവിൽ ഒരു എൻജിനീയറിംഗ് അളവിൽ അത് തിരിച്ചു പോകുന്ന മുസല്ലസുകൾ എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതി. ആ ത്രികോണാകൃതിയിലുള്ള സ്ഥലങ്ങളിലൂടെ കാറ്റ് പുറത്തേക്കും കിടക്കും. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഏതായാലും ലൈറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് നമുക്ക് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ ബസ്സിൽ നിന്ന് സൗകര്യം പോലെ പറയാം. ഇൻഷാല്ല വേഗം നമ്മൾ വലത്തുനിന്ന് ഇങ്ങനെ തുടങ്ങുക. അതേപോലെ ഇതൊക്കെ ഹാനൂത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ കാണുന്ന ഇതൊന്ന് ഹാനൂത്തിൻ്റെ ഭാഗമാണ്. പെട്ടെന്ന് നമുക്ക് പോയി വരാം ഇൻഷാല്ല. ഇങ്ങനെ വലത്തുനിന്ന് ഇങ്ങനെ ഒന്നിച്ച് നടന്നാൽ വേഗം കഴിയും. تعال كلام الحين على سكر كلوز سكر വേഗം കണ്ടിട്ട് വേഗം വരും. മേലെന്താണ് കാരൊക്കെ
ഈ മരമാണ് ഇത് മൊത്തം അറാഖിന്റെ കൃഷിയാണ് അറാഖ്. അപ്പൊ നമ്മൾ മരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈത്തൂന്, അത്തിമരം, എലന്ത മരം ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച മരങ്ങളാണ്. അത്തിമരം, സൈത്തൂൻ മരം അഥവാ ഒലിവ് മരം, അതുപോലെ തന്നെ എലന്ത മരം, പിന്നെ ഈത്തപ്പഴം, പിന്നെ മാറൂഫായ എല്ലാവർക്കും അറിയണത് ഈത്തപ്പഴ മരം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടൊരു സാധനമാണിത് അറാഖ്. അതാണല്ലോ ഹബീബ് സല്ലല്ലാഹു നമ്മൾ പറഞ്ഞല്ലോ അസ്താഖു ബഅദകി ബിൽ അറാഖി തബറുക ബിസ്മിൽ അറാഖി അഖൂലു സൗഫ അറാഖി. നീ പോയാലും ഞാൻ അറാഖ് കൊണ്ടേ പല്ല് തേക്കുള്ളൂ. കാരണം എന്താ, നീ എന്നെ വിട്ടുപോയാലും ഞാൻ പറയും അറാഖി അറാഖി എന്ന് പറയും. നിന്നെ അറാഖി എന്ന് അറബി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നിന്നെ ഇനിയും കാണും എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അറാഖി എന്ന് ആദ്യം പറയുന്നത് ഇസ്മാണ്. കുറച്ച് ഓദിയോൾക്ക് വേണ്ടി തിരിയും. ആദ്യം പറയുന്നത് ഇസ്മാണ്, രണ്ടാമത് പറയുന്നത് ഫിഅലാണ്. അതാണ് അസ്താഖു, ഞാൻ ബ്രഷ് ചെയ്യും, ബഅദകി നീ പോയ ശേഷം, ബിൽ അറാഖി അറാഖ് കൊണ്ട്. എന്തിനു വേണ്ടിയാണ്? തബറുക ബർക്കത്ത് കിട്ടാൻ വേണ്ടി. എങ്ങനെ ബർക്കത്ത് കിട്ടുക? ബിസ്മിൽ അറാഖി, അറാഖ് എന്നുള്ള ഈ സാധനത്തിൻ്റെ ഇസ്മു കൊണ്ട് ഞാൻ പറയും, അഖൂലു എൻ്റെ ശരീരത്തോട് ഞാൻ പറയും, സൗഫ അറാഖി നിന്നെ ഇനിയും കാണും എന്ന് ഒരു അറബി കവി പാടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തുള്ള ആ ഒരു കണ്ണ് പോലും പോയത് ഇതിലേക്കാണ്, അറാഖിലേക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ഇതാക്കാണ്. അഥവാ വഫാത്താകാൻ വേണ്ടി ആ മടിയിൽ ആയിഷ ബീവിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആ സമയത്താണ് കണ്ണുകൊണ്ട് ഈ ആക്ഷനൊക്കെ കാണിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. നേരെ മുന്നോട്ട് പോയാൽ ആ കിണറിന്റെ ഭാഗം കൂടി കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ ബാക്കിൽ കാണുന്ന ഈ കല്ലുകളുള്ള ഭാഗം ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ ആദ്യം വരാം, അന്നിതൊന്നും ഇല്ലല്ലോ, പാർക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ സാധാരണ ഈ ജുവാസ പള്ളി ഇപ്പൊ നമ്മൾ കണ്ടത് ഇവിടെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്ന നേരെ പോയ ജുവാസ പള്ളിയാണ്. അപ്പൊ ജുവാസ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, നേരെ ഇടനായിക പോലെ ഒരു വഴി. അപ്പൊ അന്ന് ഉദു എടുക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അലാഉൽ ഹദറമി തങ്ങളും ഇവരൊക്കെ ഇവിടെ വന്നു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അറിയിച്ചു. അപ്പം ഇവിടെ നിന്ന് ഉദു എടുക്കാനും ഇവിടെ പള്ളിയിലുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിണറാണ്. ഇതെന്തായി അന്നായി, പിന്നെ മൂടി വരും. പിന്നെ രണ്ടാമത് പിന്നെ ഒരിക്കൽ ഉണ്ടാക്കി ഈ പാർക്കൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ വലിയൊരിത് പിന്നെ ഉണ്ടാക്കി. പിന്നെ ആരോ വന്ന് അത് അങ്ങനത്തെ ഇങ്ങോട്ട് മാറൂഫല്ല, ചരിത്രമില്ല, അത് ഇത് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒരു മൂടി. ഇപ്പം രണ്ടാമത് വീണ്ടും എന്താക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഈ പണിക്കാരാണ് ഇവിടെ താമസിക്കുന്നതില്ല. അപ്പോൾ അവർ പുനർനിർമ്മാണത്തിൻ്റെ പദ്ധതികളിലാണെന്ന് നേരത്തെ ഇതിൻ്റെ ഒരു മാനേജറായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് അത് എന്തായാലും വരും. അത് അങ്ങനെ തന്നെ ബീറു അബീ ഹുറൈറ. പിന്നെ ആ അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ വേറെ വിഷയമാണ്, നമ്മൾ മെല്ലെ പറയേണ്ട കാര്യം. ഷിയാക്കൾക്ക് തീരെ കണ്ടുകൂടാത്ത മനുഷ്യനാണ്. ജുവാസ മൊത്തം ഈ ഏരിയയിൽ ആരാ ഉള്ളത്? മൊത്തം ഷിയാക്കളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇവർ പറയല് മുആവിയന്റെ ഒരു തുണ്ട് നാണയത്തിന് വേണ്ടി ഹദീസ് ഉണ്ടാക്കി കൊടുക്കുന്ന കള്ളൻ എന്നാണ്. ഒരിക്കലും മഅദല്ലാഹ് അങ്ങനെ പറയാൻ പാടില്ല. ഷിയാക്കളുടെ ഭാഷയെന്ന് പറഞ്ഞത് മഹാനായ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇവർക്ക് കണ്ടുകൂടാ. അതുകൊണ്ട് ഇവർ ഇതിൻ്റെ ഇടയിലുള്ള ഈ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇതെന്താക്കും, ഇതിങ്ങനെ മൂടും തുറക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാലം ഇത് ശരിക്കും ഇത് പരിചയപ്പെടുത്തിയത് തന്നെ ഓലാണ്. അബൂ ഹുറൈറ കുഴിച്ച കിണറാണെന്ന് പറഞ്ഞാൽ ഇതാക്കിയതും അതിൻ്റെ താരീഖൊക്കെ എഴുതിയതും അതുണ്ട്. അഫ്ഹാഖുൽ ഹസാൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, തുഹ്ഫത്തുൽ മുസ്തഫീദിന്റെ ഒരു ഷറഹായിട്ട് എഴുതിയതാണ്. ആ തുഹ്ഫത്തുൽ മുസ്തഫീദിന്റെ ഗ്രന്ഥത്തിലൊക്കെ ഈ കിണറിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഏതായാലും അതൊന്നും ഇപ്പോൾ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഇവർക്ക് അതിനുള്ള താല്പര്യമില്ല എന്ന് മാത്രമല്ല. രണ്ടാമത് എന്തായാലും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും വരും. അതൊക്കെ ഉണ്ടാക്കിയല്ലോ, ആ കൂട്ടത്തിൽ കിണർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ വരും എന്ന് കരുതിയിട്ട് അവർ ഉണ്ടാക്കുന്നു മാത്രം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇവിടെ നമ്മൾ വന്നത്
അത് കാണാനോ ഇത് കാണാനോ അല്ല. ആ കിണറിൽ അവരെ കാല് കുത്തിയൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് അള്ളാഹു മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഖൈർ നൽകട്ടെ. അവിടുത്തെ ഇൽമിന്റെ ബർക്കത്തിന്റെ ഒരു അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുപോലെ ഇൽമും അതുപോലെ ഹിക്മത്തും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അധ്വാനിക്കുവാനും അള്ളാഹു ഖൈർ നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദി വബാരിക് വസല്ലിം അലൈഹി അമ്മാ ബഅദ്. അപ്പോൾ എല്ലാവർക്കും മടുത്തുകണെന്ന് പറഞ്ഞ് സുഹൈൽ ഉസ്താദ് പ്രത്യേകിച്ചും പറഞ്ഞ് നീ നാട്ടിൽ പോകല്ലേന്ന്, തിരിച്ചു പോകല്ലേന്ന്. കാരണം അത്രയും പ്രയാസങ്ങൾ. യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആവേശം, ഒരു ആരംഭ ശൂരത്താണ്, അവസാനം മടുക്കും. പ്രത്യേകിച്ചും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വല്ലാതെ ഇത് വരും. എന്നാലോ ഇത് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലുബ്ബായതുകൊണ്ട് തെറ്റ് ഒഴിവാക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ ഇതുവരെ യാത്ര ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു അൽഹസ ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു അൽഹസയുടെ പേര് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിൽ ബഹ്റൈൻ എന്നായിരുന്നു. ബഹ്റൈൻ എന്ന് പേര് വെക്കാൻ കാരണം ഇവിടെ 2 തടാകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഉപ്പുവെള്ളവും മറ്റൊന്ന് ശുദ്ധവെള്ളവുമുള്ള തടാകം. ആ തടാകം ഇപ്പോഴും യെല്ലോ ലേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാ അത് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ഷെഡ്യൂൾ ടൈറ്റ് ആയതുകൊണ്ടാണ്. അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു ട്രിപ്പ് അനൗൺസ് ചെയ്യും. നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ഡെസേർട്ട് സഫാരി നല്ല മരുഭൂമിയിലെ മുഹയ്യമൊക്കെ ആസ്വദിച്ച് അവിടേക്ക് മാത്രം നമുക്കൊരു ട്രിപ്പ് നടത്തണം. അവിടെ ഒരു തടാകം, അതുപോലെ ഒരു ശുദ്ധ തടാകം, ഇത് രണ്ടിൻ്റെയും ഇടയിലായിരുന്നു ബഹ്റൈൻ എന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനം. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഏത് മുതലാണ്? ഇറാഖിലെ ബസറ എന്ന് പറഞ്ഞാൽ നമ്മളെ കടലുണ്ടല്ലോ, നമ്മളെ ദമാമിലൊക്കെ കാണുന്ന കടൽ, ആ കടലിന് അപ്പുറമുള്ള സ്ഥലമാണ് ബസറ. ഇപ്പോഴത്തെ കുവൈത്ത്, അതുപോലെ ഒമാനിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ദുബൈ ബോർഡറിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആ കാണുന്ന ഭാഗം ഖത്തർ. ഇതിനൊക്കെ മൊത്തമായിട്ട് ബഹ്റൈൻ എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ആ മൊത്തം ബഹ്റൈൻ എന്ന് പറഞ്ഞ വലിയ രാഷ്ട്രത്തിൻ്റെ, വലിയ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു ഏത്? അൽഹസ. ആ അൽഹസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജുവാസ. അപ്പം നമ്മളെ മൊത്ത യാത്രയുടെ സംഗ്രഹമാണ്, സമാപന പ്രദേശമായ ഈ ജുവാസ എന്ന് മനസ്സിലാക്കണം, വായിക്കണം. യുഅ്തബറു അഹദു അബ്റസിൽ മസാജിദി താരീഖിയ്യത്തി ഫിൽ അഹസ. ഈ അൽഹസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയായി ഇത് പരിഗണിക്കപ്പെടുന്നു. എന്നിട്ടോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന അവ്വല ജുമുഅത്തിൻ ജുമിഅത് ഫിൽ ഇസ്ലാമി ബഅദ ജുമുഅത്തിൻ ജുമിഅത് ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദീനയിലെ പള്ളിയിൽ ജുമുഅ നടത്തപ്പെട്ട ശേഷം ലോകത്തേറ്റവും ആദ്യമായി നടന്ന ജുമുഅ പള്ളി, ആ പള്ളിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന പള്ളി. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ പരിസരത്ത് പോകണം. പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾ ചരിത്രം മനസ്സിലാക്കി പോകണമല്ലോ. എന്നിട്ട് കാണണം അത് ജുവാസയിൽ വെച്ചായിരുന്നു. അഥവാ ഈ പള്ളി ഖറിയത്തും മിൻ ഖുറൽ ബഹ്റൈൻ. ബഹ്റൈൻ എന്ന് പറഞ്ഞ വലിയ രാജ്യം, അഥവാ 2000-ഓളം കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ പ്രവിശാലമായ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ അൽഹസയിലെ ജുവാസ എന്ന് പറഞ്ഞ പള്ളി, ഇവിടെയായിരുന്നു ആ സ്ഥലം. ഇവിടെയാണ് മഹാനായ അബ്ദുൽ ഖൈസ് തങ്ങൾ, മഹാനായ ജാറൂദുൽ അബ്ദി, മഹാനായ അഷജ് ഇബ്നു അബ്ദുൽ ഖൈസ് തങ്ങൾ അടക്കം 21ഓളം സഹാബാക്കൾ ആദ്യമായി അമ്മാ ബഅദ് പറഞ്ഞത് ഈ പള്ളിയെക്കുറിച്ചാണ്. വൽ മസ്ജിദു സാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ പരിസരത്തെത്തിയിട്ട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കും മടുത്ത് നേരെ തിരിച്ചു പോകല്ലേ എന്നാണ് സുഹൈൽ ഉസ്താദ് പറയുന്നത്. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ വന്ന സ്ഥിതിക്ക് ഒരു 10 റിയാലും കൂടി മുടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കാര്യമായി കാണാനുള്ളത് ഒന്ന് അബൂ ഹുറൈറ തങ്ങൾ കുഴിച്ച ഒരു കിണറിൻ്റെ ഭാഗം നമുക്ക് കാണാം. അതുപോലെ അറാഖ് മരം നമുക്ക് കാണണം. കാരണം ചില ആൾക്കാർ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു മരം നമ്മൾ കാണും, അങ്ങനെയല്ല, മറിച്ച് യഥാർത്ഥ അറാഖ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇവിടൊക്കെ വന്നത് എന്തിനാ നമ്മുടെ കാലിൽ നീര് കെട്ടുന്നത്, എന്തിനാണ് മുട്ടുവേദന സഹിക്കുന്നത്, എന്തിനാണ് നമ്മൾ മടുപ്പ് സഹിക്കുന്നത്? ഒരൊറ്റ കാര്യം, ഹബീബിൻ്റെ കൂടെ, സഹാബത്തിൻ്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് ശഫാഅത്ത് ലഭിക്കണം. അത് മാത്രമായിരിക്കട്ടെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. വല്ലാഹുൽ മുവഫിഖ്. വരൂ നമുക്ക് നേരെ. എന്താ അമ്മാബായതിൻ്റെ പ്രത്യേകത? ആരാ അമ്മാബായത് ലോകത്ത് ആദ്യമായി പറഞ്ഞത്? ആരാ അമ്മാബായത് ലോകത്ത് ആദ്യമായി പറഞ്ഞ ആളാരാണ്?
സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. അമ്മാബഅദ് ഫസ്ലുൽ ഖിതാബ് എന്നാണ് ഞാൻ പറയുക. ഫസ്ലുൽ ഖൗൽ, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഒക്കെ പറഞ്ഞിട്ട് അമ്മാബഅദ് എന്ന് പറയില്ലേ, ഈ അമ്മാബഅദ് എന്ന് പറഞ്ഞ ഫസ്ലുൽ കലാം അല്ലെങ്കിൽ ഫസ്ലുൽ ഖിതാബ്. ആരാണ് ആദ്യമായി ലോകത്ത് ഫസ്ലുൽ ഖിതാബ് നടത്തിയത്? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൽ മസ്ജിദു സാലിസു ശർഖിയ്യു കാന ലനാ, കിഴക്ക് ഭാഗത്ത് നിർമ്മിച്ച മൂന്നാമത്തെ പള്ളി ഞങ്ങളുടേതാണ്. അഥവാ ഈ അൽഹസക്കാർ അഭിമാനം പറയാ. വൽ മിംബറാനി, രണ്ട് മിംബറുകൾ, ഇതിനുള്ളിൽ രണ്ട് മിംബറിന്റെ ഭാഗങ്ങളുണ്ട്. അതുപോലെ ഫസ്ലുൽ ഖൗലി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അമ്മാബഅദ് പറഞ്ഞതും ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ്. വഫസ്ലുൽ ഖൗലി വൽ ഖുതബി, അതുപോലെ ആ ഫസ്ലുൽ ഖൗൽ പറഞ്ഞുകൊണ്ട് ഖുതുബ ഓതിയ സ്ഥലവും ഇതാണ്. എന്നിട്ടോ ഏത് കാലത്താ? അയ്യാമലാ മസ്ജിദുൻ ലിന്നാസി നഅരിഫുഹു, ജനങ്ങൾക്ക് അറിയപ്പെട്ട ഒരു പള്ളി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇല്ലാബി ത്വയ്ബ എന്ന് പറഞ്ഞാൽ മദീനയിലൊഴികെ വൽ മഹ്ജൂബി ദിൽ ഹുജബി, മഹ്ജൂബി എന്ന് പറഞ്ഞാൽ കഅബയും അതുപോലെ തന്നെ മദീനയിലെ പള്ളിയുമല്ലാതെ ലോകത്തൊരു പള്ളിയില്ലാത്ത കാലഘട്ടത്തിൽ മൂന്നാമതായി കിഴക്കൻ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി മഹത്തായ ഒരു പള്ളിയാണ്. മഹാരഥന്മാരായ സഹാബത്തിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ്. അള്ളാഹു ആ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ. മഹാനായ ജാറൂദുൽ അബ്ദി തങ്ങളുടെ കൂടെ, മഹാനായ അബ്ദുൽ ഖൈസ് ആ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ സഹാബാക്കളുടെ കൂടെ, ആ 21 ജാറൂദുൽ അബ്ദി തങ്ങളെ ഒരു കഥ ഉണ്ട്, ഇങ്ങോട്ട് കേട്ടാൽ നമുക്ക് സങ്കടം വരും. അഥവാ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങളുടെ ഒട്ടകം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി. തങ്ങളുടെ ഒട്ടകം മദീനത്ത് നിന്ന് ആരോ മോഷ്ടിച്ചു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു കാണാതായി പോയി. ഒരുപാട് അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, നബിയെ, ഞാനിങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശത്തേക്ക് പോവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒട്ടകം എനിക്ക് കിട്ടിയാൽ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരട്ടെ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് കരഞ്ഞുകൊണ്ട് മഹാനായ ജാറൂദ് തങ്ങൾ ചോദിച്ചപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് മറുപടി പറഞ്ഞത് ഫഇന്നഹാ ളാല്ല, അത് നഷ്ടപ്പെട്ട മുതലാണ്, അതെടുക്കാൻ നമുക്ക് അവകാശമില്ല. ആരുടേതാണെന്ന് ഉടമയറിയാത്ത സാധനം നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത് എന്നായിരുന്നു. അങ്ങനെ മഹാനവറുകൾ പറയാണ്, അത്രയും ഹലാലും ഹറാമും ശ്രദ്ധിച്ച അഷ്റഫുൽ ഖൽക്കിന്റെ അടുക്കൽ നിന്ന് ഞാനിവിടെ വന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അങ്ങനെ വഫാത്തായി പെട്ടെന്ന് മുർത്തദ്ദുകളായി മാറിയാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് റിയാദുകാരനാണ്. റിയാദിലേക്ക് ഒരു ടൂർ സംഘടിപ്പിച്ചാൽ നമുക്ക് മുസൈലിമത്തുൽ കദ്ദാബിന്റെ സ്ഥലമൊക്കെ കാണാം, വാദി ഹനീഫയും ഇതൊക്കെ. അവിടെ ഇവർ വന്ന മുർത്തദ്ദായി മാറിയപ്പോൾ ഇവിടൊക്കെ പ്രശ്നം വന്നു. അങ്ങനെ ഈ പള്ളിയിൽ സഹാബാക്കളും അതുപോലെ താബിഈകളുമായ ആളുകൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. കാരണം റിയാദിൽ നിന്ന് മുസൈലിമയുടെ വലിയ ഭീമമായ സൈന്യം ഇങ്ങോട്ട് വന്നു. അവർ മൊത്തം രക്തം ചിന്താൻ തുടങ്ങി. ആ സമയത്ത് ഈ പള്ളിയിൽ അഭയം തേടിയിട്ട് അവർ പറഞ്ഞു, ഇവിടേക്കാരും വരൂല. അപ്പോഴാണ് മഹാനായ അബ്ദുൽ ഖൈസ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കത്ത് കൊടുക്കുന്നത്. ആർക്ക്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. അതിലെഴുതുകയാണ്, അലാ അബ്ലിഗ് അബാബക്കിരിൻ റസൂല വഫിതിയാനൽ മദീനത്തി അജ്മഈന, മദീനയിലെ മുഴുവൻ യുവാക്കൾക്കും നിങ്ങൾ വിവരമറിയിക്കണം, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വിവരമറിയിക്കണം. കാരണം ഈ ചുറ്റുഭാഗത്തും മുസൈലിമയുടെ സൈന്യം വന്നുകൊണ്ട് രക്തം ചിന്താൻ തുടങ്ങിയ അവസരമുണ്ട്. ഇവിടുത്തെ ഓരോ മണൽപ്പരപ്പിലും അതുപോലെ മറുഭാഗങ്ങളിലുമൊക്കെ മുർത്തദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അലാ ഉൽ ഹദറബി തങ്ങളെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും വീണ്ടും, ആദ്യം റസൂൽ അയച്ചു, രണ്ടാമത് വീണ്ടും മഹാന്മാരായ സഹാബത്തിനെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ വലിയ സഹായം ഇവർക്ക് ലഭിക്കുകയും അങ്ങനെ ഈ സഹാബത്തും അതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സൈന്യവും ഒരുമിച്ചുകൂടി മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നേരത്തെ ഖാലിദ് ബിനുൽ വലീദും ശുറഹ്ബീൽ ബിൻ ഹസന റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ നയിച്ച ആ യുദ്ധത്തിന് താബിആയി ഇവരും യുദ്ധം ചെയ്തു. ഇവരങ്ങോട്ട് എത്തുമ്പോഴേക്ക് യമാമ യുദ്ധത്തിൽ വിജയം വരിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ
തങ്ങളുടെ സഹാബത്ത് തിരിച്ചുപോയി. കാരണം യമാമ യുദ്ധം എന്നത് 1200 സഹാബത്ത് രക്തസാക്ഷികളായ യുദ്ധമാണ്. മുസൈലിമയുടെ ഭാഗത്ത് നിന്നോ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. എന്നാലോ ഹദീഖത്തുർ റഹ്മാൻ എന്ന പേരിൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ വലിയ തോട്ടം മുഴുവനും ഹദീഖത്തുൽ മൗത്തായി മാറി. അഥവാ കാരുണ്യത്തിന്റെ തോട്ടം മുഴുവനും മരണത്തോട്ടമായി മാറിയ യുദ്ധമാണ് യമാമ യുദ്ധം. ആ യമാമ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ജുവാസ പള്ളി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉടങ്ങുന്ന ഈ സ്ഥലത്ത് മഹാനായ അലാ ഉൽ ഹദറമി തങ്ങൾ വന്നിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നിട്ടുണ്ട്. ജാറൂദുൽ അബ്ദി, സഹാറുൽ അബ്ദി, ഇങ്ങനെ തുടങ്ങി 23ഓളം പേരറിയപ്പെടുന്ന സഹാബത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനയിൽ, നമ്മൾ നേരത്തെ വസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അവരിങ്ങനെ ചെന്നു, അവരുടെ ഈത്തപ്പഴത്തെ കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെ അവര് ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി ഖുതുബ ഓതുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് കണ്ടു. ഇതൊക്കെ കണ്ട ശേഷം പിറ്റത്തെ അന്ന് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് തന്നെ അവർ നടക്കാൻ തുടങ്ങി. ഒട്ടകപ്പുറത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരാഴ്ച, മദീനയിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ ഒരാഴ്ചത്തെ വഴി ദൂരമെടുത്തു. ആ വഴി ദൂരം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഇവിടെ ജുമുഅ നടക്കാൻ പോകണം. ഇനിയാണ് കേട്ടോ ലോജിക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്. എങ്ങനെ രണ്ടാമത്തെ ജുമുഅ എന്ന് പഠിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒന്നാമത്തെ ജുമുഅ അവിടെ കൂടി. ആ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഉടനെ തന്നെ അവർ പുറപ്പെട്ടു. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച ഇവിടെ എത്തിയപ്പോൾ ജുമുഅ പിന്നെ ആദ്യം മദീനയിൽ തുടങ്ങണതിന്റെ മുമ്പ് എവിടെയാണ് തുടങ്ങുക? ഇവിടെയാണ്. കാരണം മദീനയും ഇവിടെയും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? 1.25 മണിക്കൂറിന്റെ 1 മണിക്കൂറും 10-15 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ മദീനയും ഇവിടെ. അപ്പം മദീനയിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഇവിടെ എന്തായി? ഇവിടെ ളുഹർ ബാങ്ക് കൊടുത്തത് കൊണ്ട് തന്നെ ലോകത്ത് റസൂലുള്ള രണ്ടാമത്തെ ജുമുഅ മദീനയിൽ വെച്ച് നിർവഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ ആ ജുമുഅ നടന്നു. കാരണം സമയമാകുമ്പോൾ കിഴക്കൻ നാട്ടിൽ ആ മസ്അലയാണ്. ഓരോ നാട്ടിലും അവിടുത്തെ പ്രാദേശിക സമയമാണ് പാലിക്കേണ്ടത് എന്നതിന് വ്യക്തമായ അടിസ്ഥാനമായി Okay, ano po? Sorry.